നിമിഷം എ കെ ആന്റണി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ എ കെ ആന്റണി ഈ കോൺഗ്രസുമായി ഒരു നല്ല ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് സീതാറാം യെച്ചൂരി. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുക? സീതാറാം യെച്ചൂരിയുടെ അകാലത്തിലുള്ള ഈ വേർപാട് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നാണ്. ഇന്ത്യയിലെ മതേതര കക്ഷികൾക്ക്, മതേതര ശക്തികൾക്ക് ഉണ്ടായ ഒരു തീരാ നഷ്ടമാണ്. വ്യക്തിപരമായി എനിക്ക് ഏത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാവുന്ന ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടത് കൂടുതൽ അടുത്തത് രാജ്യസഭ കാലഘട്ടത്തിലാണ്. വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് രാജ്യസഭയിൽ എത്തിച്ചിരുന്നു. രാജ്യസഭ കണ്ട ഉജ്ജ്വലനായ പ്രാസംഗികന്മാരിൽ മുൻനിരയിലാണ് സീതാറാം യെച്ചൂരി. ഞങ്ങൾ കൂടുതൽ വ്യക്തിപരമായി അടുത്തത് ഒന്നാം UPA ഗവൺമെന്റ് കാലത്താണ്. അന്ന് ഞാൻ കേന്ദ്രത്തിലെ പ്രതിരോധ മന്ത്രിയാണ്. ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ച നേതാക്കളുടെ മുൻപന്തിയിൽ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാന്തപരമായ കാരണം CPM-നും CPI-ക്കും മറ്റിടതുപക്ഷ കക്ഷികൾക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ കക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടായിക്കോളും എന്ന നിലപാടായിരുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗ് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രണബ് മുഖർജിയെ വിട്ട് സ്ഥിരമായി കൂടാറുണ്ടായിരുന്നു. ആ യോഗത്തിൽ CPM-നെ പ്രതിനിധീകരിച്ച് നിർബന്ധമായി പങ്കെടുത്ത രണ്ടുപേർ പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരിയാണ്. ഇന്ത്യ-US അണ്വായുധ കരാറിന്റെ പേരിൽ കോൺഗ്രസ് CPM ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. CPM ഗവൺമെന്റിന് പോകും എന്നുള്ള അന്ധശാസ്ത്രം അന്ന് മുടക്കിയിരുന്നു. പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും UPA-യുമായി കോൺഗ്രസുമായി ഉള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധം തുടരണമെന്ന് അവസാനം വരെ ആഗ്രഹിച്ച, അതിനുവേണ്ടി അവസാനം വരെ പരിശ്രമിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. ആ ബന്ധം മുറിഞ്ഞുപോയി. പക്ഷെ ആ ബന്ധം മുറിഞ്ഞെങ്കിലും സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി ബന്ധം എന്നേക്കുമായി മുറിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല. കാലം മുന്നോട്ട് പോയി. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. UPA-ക്ക് അധികാരം നഷ്ടപ്പെട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് വന്നു. BJP ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അടിസ്ഥാന നയങ്ങൾ ഓരോന്നായി വെള്ളം ചേർക്കാൻ തുടങ്ങി. ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും മതേതരത്തിനും നിരക്കാത്ത ഒരുപാട് നടപടികൾ സ്വീകരിച്ചു. ഈ ഘട്ടത്തിൽ തർക്കങ്ങൾക്ക് സ്ഥാനമില്ല, പിടക്കങ്ങൾക്ക് സ്ഥാനമില്ല. കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മതേതര പാർട്ടി ഒരുമിച്ചിരുന്നുകൊണ്ട് BJP-യുടെ ഈ പോക്കിനെ തടയണമെന്ന് നിരന്തരമായി ശബ്ദമുയർത്തുന്ന നേതാക്കന്മാരുടെ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നേതാക്കന്മാരുടെ മുൻപന്തിയിൽ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി രൂപീകരണത എളുപ്പമായിരുന്നില്ല. സംസ്ഥാനങ്ങളിൽ കടുത്ത ശത്രുതയുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷെ സംസ്ഥാനങ്ങളിലെ ശത്രുത എന്തായാലും ആ ശത്രുത മറന്നുകൊണ്ടുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ രക്ഷിക്കാൻ വേണ്ടി മതേതര പാർട്ടികൾ ഒരുമിക്കണം എന്നുള്ള ആഹ്വാനവുമായി സീതാറാം യെച്ചൂരി കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അതിന് ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ മുന്നണി എന്നുള്ള ശക്തമായ ജനാധിപത്യ മതേതര ചേരി ഉണ്ടായിരിക്കും. ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം
അദ്ദേഹത്തിന്റെ നേതൃത്വം അനിവാര്യമായിരുന്നു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യ മുന്നണിയിലും നേതൃത്വത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് അക്കാലത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായത്. ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ നഷ്ടം, ഇന്ത്യയിലെ മതേതര ശക്തികളുണ്ടായ തീരാനഷ്ടം, ഇന്ത്യ മുന്നണിക്കുണ്ടായ തീരാനഷ്ടം, തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ തീരാനഷ്ടം തീരാനഷ്ടമാണ്